വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ വീട്ടിൽ എങ്ങനെയാണ് മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അച്ചാറിടാനുള്ള മാങ്ങ അത്രയും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എടുത്തോ. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ മോനാണ്. അവന് മാംഗോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പഴുത്ത മാങ്ങ എന്ന് വിചാരിച്ചിട്ട് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു മാംഗോ വേണമെന്ന്. അപ്പോൾ അവനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മാങ്ങയൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് അച്ചാറിന് എങ്ങനെ കട്ട് ചെയ്യുമോ അതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ടൈം എടുത്തു. അപ്പോൾ അതൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഉപ്പും കായപ്പൊടി ഇട്ട് അത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റ് മാറ്റി വെച്ചു. പിന്നെ നെക്സ്റ്റ് മോർണിംഗ് ആണ് ഞാനത് എടുക്കുന്നത് കേട്ടോ. അപ്പം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഇതാണ് അവസ്ഥ. അപ്പോൾ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അച്ചാർ ഉണ്ടാക്കാനായിട്ട് 1.5 സ്പൂൺ ഉലുവയും 1.5 സ്പൂൺ കടുകും എടുത്ത് വറുക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം മിക്സിയിലാക്കി പൊടിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. സെയിം പാൻ തന്നെ എടുത്തിട്ട് അതിൽ കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണയാണ് ബെസ്റ്റ്. എല്ലാവരും അതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്കതിൻ്റെ സ്മെല്ല് പിടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ട് കുറച്ച് കടുക് ഇടുന്നുണ്ട്. അത് പൊട്ടിയതിന് ശേഷം കുറച്ച് അധികം വെളുത്തുള്ളി ഞാൻ എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിനെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിൽ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും. പിന്നെ ഇതിൽ ചേർക്കുന്നത് നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകുമാണ് കേട്ടോ. അതിട്ട് ഇത് നല്ലപോലെ അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ അതൊക്കെ ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാങ്ങ അച്ചാർ റെഡി.